ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തുകൊണ്ട് കൊട്ടാരക്കര ജയിലിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അങ്ങനെ മൂന്നാമത്തെ കേസിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയതിന് പിന്നാലെ റിമാൻഡിലാകുന്നു എന്നുള്ളതാണ്. 14 ദിവസത്തേക്ക് MLA റിമാൻഡ് ചെയ്തിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA റിമാൻഡ് ചെയ്തിരിക്കുന്നു. കൊട്ടാരക്കര സബ് ജയിലിലേക്കായിരിക്കും രാഹുലിനെ കൊണ്ടുപോകുക. അധികം വൈകാതെ തന്നെ വാഹനം പുറത്തേക്ക് ഇറക്കുകയും ഈ രാഹുലിനെ ഇവിടെ നിന്നും നേരെ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും ഈ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റ് റിപ്പോർട്ടിൽ തന്നെ അറസ്റ്റ് നോട്ടീസിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടെത്തലുകളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞ ഒരു പ്രധാന കാര്യം MLA എന്നുള്ള രീതിയിൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്തി തെളിവ് നശിപ്പിക്കാൻ ഒരു സാധ്യതയുണ്ട് എന്നൊരു കാര്യമാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. പ്രതിയായി ഇതിനു മുൻപും തന്നെ ഈ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അക്കാര്യം ഈ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അത് തുടരാനുള്ള ഒരു സാധ്യതയും ഉള്ളതായി പറയുന്നു. അന്വേഷണവുമായി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അന്വേഷണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നത്. അതുകൊണ്ട് റിമാൻഡ് ചെയ്യണം. റിമാൻഡ് ചെയ്തതിനു ശേഷം കസ്റ്റഡിയിൽ വാങ്ങിച്ച് ചോദ്യം ചെയ്യേണ്ടുന്ന ഒരു ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഈ പ്രതികളുടെ കൈവശം ഇരുന്ന പല ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നും തെളിവുകൾ ശേഖരിക്കേണ്ടതിനാൽ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ ഇന്ററോഗേഷൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അറസ്റ്റ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അക്കാര്യങ്ങൾ തന്നെയായിരിക്കും സ്വാഭാവികമായും റിമാൻഡ് റിപ്പോർട്ടിൽ കുറച്ച് വിശദമായി പറയുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഈ മറ്റ് 2 ലൈംഗിക പീഡന കേസുകൾ കൂടി ഇതേ പ്രതിക്കെതിരെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ റിമാൻഡ് ചെയ്യണം. ഇയാളെ പുറത്തേക്ക് വിടാൻ പാടില്ല. പോലീസ് അതായത് കോടതിയിലേക്ക് റിമാൻഡ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും പുറത്തേക്ക് ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിൽ ഒരു ആവശ്യമായി പോകുന്നു. ആ ആവശ്യം അന്വേഷിച്ചുകൊണ്ട് ഈ കൊട്ടാരക്കര ജയിലിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 14 ദിവസത്തേക്ക് MLA റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. കൊട്ടാരക്കര ജയിലിലാണ് അദ്ദേഹം ഉണ്ടാവുക എന്നുള്ളതാണ്. ഒപ്പം FIRന്റെ ഉള്ളടക്കം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. FIRന്റെ ഉള്ളടക്കം അനുസരിച്ച് 2024 നാലാം മാസം കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് ഈ പരാതിക്ക് ആധാരമായ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് FIRൽ കാണുന്നത്. അതനുസരിച്ച് തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയാണ് ബലാത്സംഗം ഉണ്ടായത് എന്നുള്ളതാണ് FIRലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ക്രൂരമായ ബലാത്സംഗമാണ് നടന്നത് എന്ന് FIRനകത്ത് പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ വർഷം 4-ാം മാസം 8-ാം തീയതിയാണ് കഴിഞ്ഞ വർഷം 2025-ലല്ല 2024 ഏപ്രിൽ മാസം 8-ാം തീയതിയാണ് ഈ പരാതിക്ക് ആധാരമായ സംഭവം ഉണ്ടായത് എന്ന് FIRൽ പറയുന്നു. ക്രൂരമായ ബലാത്സംഗമാണ് നടന്നത്. അതിൻ്റെ വിശദാംശങ്ങളടക്കം FIRൽ സൂചിപ്പിക്കുന്നുണ്ട്. FIRന്റെ ഉള്ളടക്കം അതാണ്. ലിജോ റോളൻസ് തുടരുന്നുണ്ട്. ലിജോ, ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. കൊട്ടാരക്കര ജയിലിലേക്കാണ് കൊണ്ടുപോയത്. നേരത്തെ തിരുവനന്തപുരത്തേക്കാണ് കൊണ്ടുപോവുക എന്ന വിവരമുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, കൊട്ടാരക്കര ജയിലിലേക്കാണ്. FIRന്റെ വിവരങ്ങൾ കൂടി ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. FIRന്റെ ഉള്ളടക്കം അനുസരിച്ച് 2024 ഈ സംഭവത്തിന് ആധാരമായ ബലാത്സംഗ പരാതി ഉണ്ടാകുന്നത്. FIR വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ് ലിജോ, അത് നോക്കിയിട്ടുണ്ടെങ്കിൽ?